അപ്പോൾ നമ്മൾ ഇറ്റലിയിലുണ്ടായ നവോത്ഥാനത്തെക്കുറിച്ച് പഠിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ജർമ്മനിയിൽ എന്തുണ്ടായി? ജർമ്മനിയിൽ മതനവീകരണ പ്രസ്ഥാനം ഉണ്ടായില്ല. ഇറ്റലിയിൽ രൂപം കൊണ്ട നവോത്ഥാനത്തിൻ്റെ നല്ല ആശയങ്ങൾ ജർമ്മനിയിലെ ജനങ്ങളിൽ എന്തുണ്ടാകുന്ന ആവേശഭരിതരാക്കി. നവോത്ഥാനത്തിൻ്റെ അലയൊലികൾ അവിടെയൊക്കെ അലയടിച്ചു. അങ്ങനെ എന്ത് ചെയ്തു? കത്തോലിക്ക സഭയ്ക്കെതിരെയുള്ള പോരായ്മകൾക്കെതിരെ ജർമ്മനിയിലെ ജനത എന്ത് ചെയ്തു? പ്രതികരിക്കാൻ തുടങ്ങി. കത്തോലിക്ക സഭയുടെ പോപ്പിൻ്റെ കൊള്ളരുതായ്മക്കെതിരെ എന്ത് ചെയ്തു? ജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങി. അപ്പോൾ നമ്മളത് മതനവീകരണത്തിൽ പഠിച്ചതാണ്. എന്നാൽ അടുത്ത ഭാഗമാണ് പ്രതിനവീകരണം അല്ലെങ്കിൽ കൗണ്ടർ റിഫർമേഷൻ. പ്രതിനവീകരണം അതായത് പ്രൊട്ടസ്റ്റന്റ് നവീകരണത്തിന്റെ ഫലമായിട്ട് കത്തോലിക്ക സഭയിലും എന്തിനു തുടക്കം കുറിച്ചു? പരിഷ്കരണങ്ങൾക്ക് തുടക്കം കുറിച്ചു. മാറ്റങ്ങൾ നിർബന്ധമാണ്. കാരണം എന്താണ്? കത്തോലിക്ക സഭയുടെ പോരായ്മകൾ ഒരുപാടുണ്ട്. അപ്പം കത്തോലിക്ക സഭയെ എന്ത് ചെയ്യണം? പിടിച്ചു നിൽക്കണമെങ്കിൽ അവർ എന്ത് ചെയ്യണം? മാറ്റങ്ങൾക്ക് വിധേയമായേ പറ്റൂ. അങ്ങനെ അവിടെയും എന്ത് നടക്കുകയാണ്? പരിഷ്കരണങ്ങൾക്ക് തുടക്കം കുറിച്ചു. കത്തോലിക്ക സഭയിലും അവർ പരിഷ്കരണങ്ങൾക്ക് തുടക്കം കുറിച്ചു. അപ്പം ഈ പരിഷ്കരണ പ്രവർത്തനങ്ങളെയാണ് എന്ത് പറയുന്നത്? പ്രതിനവീകരണം. അപ്പൊ എന്ത് പറയുന്നു? കൗണ്ടർ റിഫർമേഷൻ അല്ലെങ്കിൽ പ്രതിനവീകരണം എന്ന് പറയുന്നു. പ്രതിനവീകരണം ഇതറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കത്തോലിക്ക നവീകരണം. കത്തോലിക്ക നവീകരണം എന്നറിയപ്പെടുന്നു. പ്രതിനവീകരണം അല്ലെങ്കിൽ കത്തോലിക്ക നവീകരണം, അതുമല്ലെങ്കിൽ കത്തോലിക്ക പുനരുദ്ധാരണം. കത്തോലിക്ക പുനരുദ്ധാരണം എന്നൊക്കെയാണ് എന്തറിയപ്പെടുന്നത്? ഈ കൗണ്ടർ റിഫർമേഷൻ അറിയപ്പെടുന്നത്. ഓർമ്മിക്കണേ, കത്തോലിക്ക സഭയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങളാണ് എന്ത് പറയുന്നത്? പ്രതിനവീകരണം, കത്തോലിക്ക നവീകരണം അല്ലെങ്കിൽ കത്തോലിക്ക പുനരുദ്ധാരണം എന്നൊക്കെ അറിയപ്പെടുന്നത്. അപ്പോൾ ഓർമ്മിക്കണേ, എന്താണ് വസ്തുത? കത്തോലിക്ക സഭയ്ക്കെതിരെയുള്ള പ്രശ്നങ്ങൾ എന്താണ് തീവ്രമായി നിലനിൽക്കുന്ന ആ ഒരു കാലഘട്ടത്തിലാണ് കത്തോലിക്ക സഭയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് സഭയിൽ ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് അല്ലെങ്കിൽ ഒരു പ്രവർത്തനമാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? പ്രതിനവീകരണം. അപ്പം കത്തോലിക്ക സഭയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ്, ഒരു പ്രവർത്തനമായിരുന്നു എന്ന് പറയുന്നത് പ്രതിനവീകരണം എന്ന് പറയുന്നത്. അപ്പം ഈ ക്രൈസ്തവ സഭ എന്ത് ചെയ്തു? കാലോചിതമായ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് സ്വയം പരിഷ്കരണത്തിന് വിധേയമായി. അവർക്കറിയാം അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ കഴിയില്ല, അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അപ്പം അവിടെയുള്ള മാറ്റങ്ങൾക്കൊക്കെ അവർ മനസ്സിലാക്കി അങ്ങനെ എന്ത് ചെയ്തു? സഭയും അത്യാവശ്യം മാറ്റങ്ങൾക്ക് വിധേയമാകണമെന്നൊരു തിരിച്ചറിവുണ്ടായി. അങ്ങനെ എന്ത് ചെയ്യുന്നു? ഇവരും എന്ത് ചെയ്യുന്നു? കത്തോലിക്ക സഭയിലും പരിഷ്കരണങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ്. അങ്ങനെ ഇവരെന്ത് ചെയ്തു? ക്രൈസ്തവ സഭ ക്രിസ്തുമത തത്വങ്ങൾ പുനർനിർവചിക്കാനും വൈദികപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്താണ് പരിഷ്കരിക്കാനും ആര് സന്നദ്ധത എടുത്തു അല്ലെങ്കിൽ മുൻകൈ എടുത്തു? ഈ കത്തോലിക്ക സഭ മുൻകൈ എടുത്തു. അപ്പം ഈ കത്തോലിക്ക സഭയിൽ യഥാർത്ഥത്തിന് പരിഷ്കരണത്തിന് തുടക്കം കുറിച്ചത് 1534 പോൾ രണ്ടാമൻ മാർപ്പാപ്പയായി സ്ഥാനമേറ്റതോടുകൂടിയാണ് കത്തോലിക്ക സഭയിൽ എന്ത് കൊണ്ടുവരുന്നത്? പരിഷ്കരണങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. അപ്പം ഈ പോൾ രണ്ടാമൻ വന്നതിന് ശേഷം കത്തോലിക്ക സഭയിൽ എന്ത് ചെയ്യുന്നു? അടിമുടി അല്ലെങ്കിൽ അഴിച്ചു പണിയുകയാണ് ചെയ്യുന്നത്. ഈ കത്തോലിക്ക സഭയ്ക്കെതിരെ ഉയർന്നു വന്ന വിമർശനങ്ങളെ ഇവർ എന്താണ് എതിർത്തത് അല്ലെങ്കിൽ പ്രതിരോധിച്ചത് എങ്ങനെയാണ്? 1545 മുതൽ 1563 വരെ ട്രെൻഡിൽ ജർമ്മനിയിലെ ട്രെൻഡിൽ ചേർന്ന മെത്രാന്മാരുടെ അല്ലെങ്കിൽ മതമേധാവികളുടെ സമിതിയാണ് ഈ കത്തോലിക്ക സഭയ്ക്കെതിരെ വന്ന എല്ലാ വിമർശനങ്ങളെയും എന്താണ് എതിർത്ത് നിന്ന് അല്ലെങ്കിൽ എന്താണ് അതിനെ തടഞ്ഞതാരാണ്? ഈ ജർമ്മനിയിലെ ട്രെൻഡിൽ ചേർന്ന ഒരു സമിതിയാണ്. ഏതു മുതൽ? 1545 മുതൽ 1563 വരെ. കാരണം കത്തോലിക്ക സഭയിൽ പരിഷ്കരണങ്ങൾക്ക് തുടക്കം കുറിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും കത്തോലിക്ക സഭയെ ശക്തിപ്പെടുത്തി കൊണ്ടുവരണം. അങ്ങനെ എന്ത് ചെയ്തു? ഈ മതമേധാവികളെല്ലാം കൂടി ഇവിടെ സമ്മേളിച്ചു. ജർമ്മനിയിലെ ട്രെൻഡിൽ എപ്പം മുതൽ? 1545 മുതൽ 1563 വരെ ഇവർ ജർമ്മനിയിലെ ട്രെൻഡിൽ സമ്മേളിച്ച ഈ മതമേധാവികളുടെ സമിതിയാണ് ഈ കത്തോലിക്ക സഭയ്ക്കെതിരെ വന്ന എല്ലാ പ്രശ്നങ്ങളെയും എന്ത് ചെയ്തത്? നേരിട്ടത്. അപ്പോൾ ഈ ട്രെൻഡിൽ വിളിച്ചു ചേർത്ത സഭാ സമ്മേളനം പ്രാധാന്യം നൽകിയത് അച്ചടക്കവും സദാചാര ബോധവും വളർത്തേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഇവർ പ്രാധാന്യം നൽകുക. അപ്പോൾ ഏറ്റവും പ്രാധാന്യം നൽകുക എന്താണ്? സഭയിലെ അച്ചടക്കവും സദാചാര ബോധവും അല്ലെങ്കിൽ വളർത്തിക്കൊണ്ടുവരിക എന്നതായിരുന്നു ഇതിൻ്റെ മെയിൻ അജണ്ട അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് സ്വജനപക്ഷപാതം, സഭയിലുണ്ടായിരുന്ന സഭാ നേതാക്കന്മാർക്കിടയിൽ ഉണ്ടായിരുന്ന സ്വജനപക്ഷപാതം, പിന്നെ എന്താണ്? ഉദ്യോഗ വിൽപ്പന, ഒരാൾ ഒന്നിലധികം ഉദ്യോഗം വഹിക്കുന്നത്, ഇതൊക്കെ എന്ത് ചെയ്യുന്നു? ഈ സഭാ സമ്മേളനത്തോടു കൂടി ശക്തമായിട്ട് എന്ത് ചെയ്തു? നിയന്ത്രിച്ചു അല്ലെങ്കിൽ എന്താണ്? നിർത്തലാക്കി. അപ്പോൾ എന്താണ്? സ്വജനപക്ഷപാതം ഉണ്ടായിരുന്നു. പിന്നെ സഭയിലെ മേധാവികൾക്ക് സ്വജനപക്ഷപാതം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഉദ്യോഗങ്ങൾ വിൽക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. പിന്നെ ഒരാൾ ഒന്നിലധികം പദവികളൊക്കെ വഹിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഇതൊക്കെ ഈ ജർമ്മനിയിലെ ട്രെൻഡിൽ ചേർന്ന സഭാ സമ്മേളനം ഇതിനെയൊക്കെ എന്ത് ചെയ്യുന്നു? വിലക്കി. അതുപോലെ തന്നെ പുരോഹിതന്മാർക്ക് ബ്രഹ്മചര്യം കർശനമാക്കുകയും ചെയ്തു.
ഏത് സമ്മേളനത്തിൽ? ജർമ്മനിയിലെ ട്രെൻഡിൽ. കാരണം എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കത്തോലിക്ക സഭയ്ക്കെതിരെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ കത്തോലിക്ക സഭ എന്ത് ചെയ്യണം? കാര്യമായിട്ടുള്ള പരിഷ്കരണങ്ങൾക്ക് വിധേയമായാൽ മാത്രമേ അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെയാണ് ഈ ജർമ്മനിയിലെ ട്രെൻഡിൽ ചേർന്ന സഭാസമിതി സമ്മേളനം, മതമേധാവികളുടെ സമ്മേളനത്തിൽ ഇങ്ങനെ കുറച്ച് തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പോൾ എന്താണ്? സ്വജനപക്ഷവാദം ഇല്ലാതാക്കണം, അതുപോലെ തന്നെ ഉദ്യോഗങ്ങളുടെ വിൽപ്പന തടയണം, ഒരാൾ ഒന്നിലധികം പദവികൾ വഹിക്കുന്നത് തടയണം, പുരോഹിതന്മാർക്ക് ബ്രഹ്മചര്യം കർശനമാക്കണം തുടങ്ങിയ നടപടികൾ കൈക്കൊണ്ടത് ഈ ജർമ്മനിയിലെ ട്രെൻഡിൽ ചേർന്ന സഭാ സമ്മേളനത്തിലാണ്. മാത്രമല്ല ഈ സമ്മേളനത്തിൽ ഒരു പുതിയൊരു പരിപാടി കൂടി കൊണ്ടുവന്നു. വിലക്കപ്പെട്ട പുസ്തകങ്ങളുടെ ഒരു പട്ടിക തന്നെ അവരെന്ത് ചെയ്തു? പ്രസിദ്ധീകരിച്ചു. ഓർമ്മിക്കണേ, വിലക്കപ്പെട്ട പുസ്തകങ്ങളുടെ പട്ടികയാണ്. വിലക്കപ്പെട്ട പുസ്തകങ്ങളുടെ പട്ടിക ജർമ്മനിയിലെ ട്രെൻഡിൽ ചേർന്ന സമിതി എന്ത് ചെയ്തു? തയ്യാറാക്കി. വിലക്കപ്പെട്ട പുസ്തകങ്ങളുടെ ഒരു പട്ടിക. അപ്പോൾ അതായത് കുറേ പുസ്തകങ്ങൾ ഇവരെന്ത് ചെയ്തു? വിലക്കി. ഇതിനെ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? വിലക്കപ്പെട്ട പുസ്തകങ്ങളുടെ പട്ടിക അറിയപ്പെടുന്ന പേരാണ് ഇൻഡെക്സ്. ഓർമ്മിക്കണേ. അപ്പോൾ ഇതിനെ എന്ത് പേരിട്ടാണ് വിളിച്ചത്? ഇൻഡെക്സ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. വിലക്കപ്പെട്ട പുസ്തകങ്ങളുടെ പട്ടിക അറിയപ്പെടുന്ന പേരെന്താണ്? ഇൻഡെക്സ്. വിലക്കപ്പെട്ട പുസ്തകങ്ങളുടെ പട്ടികയാണ് ഇൻഡെക്സ് എന്നറിയപ്പെട്ടത്. അതായത് പുത്തൻ ചിന്തകൾ ഉൾക്കൊള്ളുന്ന പുസ്തകങ്ങളെ സഭാവിരുദ്ധവും സദാചാര വിരുദ്ധവുമാണെന്ന് എന്ത് ചെയ്യുന്നു? യൂറോപ്യൻ സഭ പ്രഖ്യാപിച്ചു. അങ്ങനെ എന്ത് ചെയ്യുന്നു? കുറേ പുസ്തകങ്ങൾ ഇവരങ്ങ് വിലക്കി. അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, നവോത്ഥാനത്തിന്റെ ഭാഗമായിട്ട് പല പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ വായിച്ചിട്ടാണ് ഇവർക്ക് എന്ത് ചെയ്യുന്നത്? ഈ സഭയ്ക്കെതിരെയൊക്കെ പ്രതിഷേധിക്കാനുള്ള ഒരു ആർജവം കിട്ടിയത്. അങ്ങനെ എന്ത് ചെയ്തു? ഈ പുത്തൻ ചിന്തകളൊക്കെ ഉണർത്തുന്ന കുറേ പുസ്തകങ്ങൾ ഇവർ വിലക്കി. ഇതിൽ പെടുന്നുണ്ട് മാക്കിയവെല്ലിയുടെയും ബൊക്കാച്ചിയുടെയും പുസ്തകങ്ങളൊക്കെ ഈ വിലക്കപ്പെട്ട പുസ്തകങ്ങൾ പെടുന്നതായിരുന്നു. അപ്പോൾ ഓർമ്മിക്കണേ, ജർമ്മനിയിൽ പ്രതി നവീകരണത്തിന്റെ ഭാഗമായിട്ട് വിലക്കപ്പെട്ട പുസ്തകങ്ങളുടെ പട്ടിക തയ്യാറാക്കി. അത് എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഇൻഡെക്സ് എന്ന പേരിലാണ് വിലക്കപ്പെട്ട പുസ്തകങ്ങളുടെ പട്ടിക അറിയപ്പെട്ടത്. ഇൻഡെക്സ്. അതേപോലെ മതകുറ്റവാളികളെ വിചാരണ ചെയ്ത് ശിക്ഷിക്കുന്നതിനായി ഇവരൊരു കോടതി സ്ഥാപിച്ചു. ഈ കോടതി അറിയപ്പെട്ട പേരാണ് ഇൻക്വിസിഷൻ. ഓർമ്മിക്കണേ, ഇൻക്വിസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻക്വിസിഷൻ എന്ന് പറഞ്ഞാൽ മതകുറ്റം ആരോപിക്കപ്പെട്ട അല്ലെങ്കിൽ മതപരമായ കുറ്റം ആരോപിക്കപ്പെട്ട കുറ്റവാളികളെ ശിക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പ്രതി നവീകരണത്തിന്റെ ഭാഗമായിട്ട് ഇവർ സ്ഥാപിച്ച കോടതിയാണ് ഇൻക്വിസിഷൻ എന്നറിയപ്പെടുന്നത്. അപ്പം ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? വിലക്കപ്പെട്ട പുസ്തകങ്ങളുടെ പട്ടികയാണ്. അതായത് ക്രൈസ്തവ സഭയ്ക്കെതിരെ എഴുതിയ അല്ലെങ്കിൽ ക്രൈസ്തവ സഭയ്ക്കെതിരെ അല്ലെങ്കിൽ കത്തോലിക്ക സഭയ്ക്കെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് പുസ്തകങ്ങൾ അന്ന് എഴുതപ്പെട്ടിരുന്നു. ഈ പുസ്തകങ്ങളൊക്കെ സഭയ്ക്കെതിരെയുള്ള എല്ലാ പുസ്തകങ്ങളും ഇവരെന്ത് ചെയ്തു? ഈ വിലക്കപ്പെട്ട പുസ്തകങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി. അതിൽപ്പെട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞു ബൊക്കാച്ചിയോയുടെയും അതേപോലെ തന്നെ മാക്കിയവെല്ലിയുടെയും പുസ്തകങ്ങളൊക്കെ വിലക്കപ്പെട്ടു. അപ്പോൾ അതിനെ നമ്മൾ ഇൻഡെക്സ് എന്ന പേരിട്ടാണ് വിളിച്ചത്. ഇനി മതകുറ്റം ആരോപിക്കപ്പെട്ട അല്ലെങ്കിൽ മതകുറ്റവാളികളെ ശിക്ഷിച്ച് വിചാരണ ചെയ്ത് ശിക്ഷിക്കുന്നതിനായിട്ട് അവർ സ്ഥാപിച്ചൊരു കോടതിയാണ് എന്ന് പറയുന്നത് ഇൻക്വിസിഷൻ എന്ന് പറയുന്നത്. തുടക്കത്തിൽ ഈ ഇൻക്വിസിഷൻ അല്ലെങ്കിൽ വിചാരണ കോടതി നമ്മൾ ജൂതന്മാരെ ശിക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു കോടതിയായിരുന്നു. ജൂതന്മാരെയായിരുന്നു മെയിനായിട്ട് ഫോക്കസ് ചെയ്തത്, ജൂതന്മാരെ. എന്നാൽ പിന്നീട് ഇത് ഇറ്റലിയിലേക്കും സ്പെയിനിലേക്കും, ഇറ്റലി സ്പെയിൻ തുടങ്ങിയ കത്തോലിക്ക സഭയുള്ള രാജ്യങ്ങളിലേക്കും എന്ത് വ്യാപിച്ചു? ഈ ഒരു കോടതി വ്യാപിച്ചു. കോടതിയുടെ ആശയം ചെയ്ത് വ്യാപിച്ചു. അപ്പം തുടക്കത്തിൽ ജൂതന്മാർക്കെതിരായി ഏർപ്പെടുത്തിയ ഈ കോടതി, തുടക്കത്തിൽ ജൂതന്മാർക്കെതിരായിട്ടായിരുന്നു ഈ കോടതി ഉണ്ടായിരുന്നത്. പിന്നീട് ഇറ്റലി സ്പെയിൻ തുടങ്ങിയ കത്തോലിക്ക രാജ്യങ്ങളിലേക്കും ഈ കോടതിയുടെ പ്രവർത്തനം എന്ത് ചെയ്തു? വ്യാപിപ്പിച്ചു. അപ്പോൾ ഓർമ്മിക്കുക, എന്താണ് ഇൻക്വിസിഷൻ എന്ന് പറഞ്ഞാൽ ഓർമ്മിക്കണം, മതകുറ്റവാളികളെ വിചാരണ ചെയ്യാൻ വേണ്ടിയിട്ട് രൂപീകരിച്ച കോടതിയാണ് ഇൻക്വിസിഷൻ. എന്താണ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർമ്മിക്കണം, വിലക്കപ്പെട്ട പുസ്തകങ്ങളുടെ പട്ടികയാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഇൻഡെക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പം ഈ പ്രതി നവീകരണത്തിന് നേതൃത്വം കൊടുത്തൊരു വ്യക്തിയുണ്ട്. അപ്പം ഏറ്റവും പ്രധാനികളിൽ ഒരാളാണ് ആരെന്ന് പറയുന്നത്? ഇഗ്നേഷ്യസ് ലയോള. പ്രതി നവീകരണത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ഇഗ്നേഷ്യസ് ലയോളയാണ് പ്രതി നവീകരണത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തി എന്ന് പറയുന്നത്. ഓർമ്മിക്കണം, ഇഗ്നേഷ്യസ് ലയോളയാണ് പ്രതി നവീകരണത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തി. ആരാണ്? ഇഗ്നേഷ്യസ് ലയോളയാണ്. അതായത് ഇദ്ദേഹം സ്ഥാപിച്ച സൊസൈറ്റി ഓഫ് ജീസസ്, അതായത് ഈശോ സഭ എന്ന് പറയും. ഈശോ സഭ. അപ്പം ഇഗ്നേഷ്യസ് ലയോള സ്ഥാപിച്ച ഈശോ സഭ അഥവാ സൊസൈറ്റി ഓഫ് ജീസസ് ആണ് ഈ പ്രതി നവീകരണത്തിന് എന്ത് ചെയ്യുന്നത്? തുടക്കം കുറിച്ച സംഘടന എന്ന് പറയുന്നത്. അപ്പം ഇതിന് നേതൃത്വം നൽകിയത് ആരാണ്? ഇഗ്നേഷ്യസ് ലയോളയാണ്. പിന്നെ നമ്മൾ പറഞ്ഞു ഇതിന് നേതൃത്വം നൽകിയ ഇദ്ദേഹം സ്ഥാപിച്ച സംഘടനയാണ് എന്ന് പറയുന്നത് ഇഗ്നേഷ്യസ് ലയോള സ്ഥാപിച്ചതാണ് ഈശോ സഭ. അപ്പോൾ ഓർമ്മിക്കുക, ഈ പ്രതി നവീകരണ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും ശക്തമായ ഒരു കേന്ദ്രം എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഇഗ്നേഷ്യസ് ലയോള സ്ഥാപിച്ച ഈശോ സഭയാണ്, യേശുവിന്റെ സംഘം. ഓർമ്മിക്കണേ, ഇഗ്നേഷ്യസ് ലയോള സ്ഥാപിച്ച ഈശോ സഭയാണ് പ്രതി നവീകരണ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇഗ്നേഷ്യസ് ലയോള എന്ന് പറയുന്ന വ്യക്തി ഒരു പട്ടാളക്കാരനായിരുന്നു. അങ്ങനെ ഫ്രാൻസും സ്പെയിനും തമ്മിലുള്ള യുദ്ധത്തിൽ, ഈ യുദ്ധത്തിനിടെ പട്ടാളക്കാരനാണല്ലോ, ഇദ്ദേഹത്തിന് മാരകമായ പരിക്കേറ്റു ഇഗ്നേഷ്യസ് ലയോളയ്ക്ക്. അങ്ങനെ ഇദ്ദേഹം പട്ടാളത്തിൽ നിന്നും വിരമിക്കുകയും ശേഷിക്കുന്ന ജീവിതം
ക്രിസ്തുവിന് വേണ്ടിയാണെന്ന് ഇദ്ദേഹം എന്ത് ചെയ്തു, ദൃഢപ്രതിജ്ഞ എടുക്കുകയും ചെയ്തു. അപ്പോൾ ആ ഒരു സമയത്താണ് കത്തോലിക്ക സഭ ഇങ്ങനെ തകർന്നുകൊണ്ടിരിക്കുന്നത്, കത്തോലിക്ക സഭയ്ക്കെതിരെ വിമർശനങ്ങളൊക്കെ വരുന്നത്. അപ്പം യേശുവിനെ അങ്ങേയറ്റം എന്താണ് സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ തൻ്റെ ശേഷിക്കുന്ന ജീവിതം യേശുവിന് വേണ്ടിയാണെന്ന് ദൃഢപ്രതിജ്ഞ എടുത്ത ഈ ഇഗ്നേഷ്യസ് ലയോളയാണ് എന്ത് സ്ഥാപിച്ചത്, ഈശോ സഭ സ്ഥാപിച്ചത്. എന്തിനു വേണ്ടിയിട്ട്? കത്തോലിക്ക സഭയുടെ പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കത്തോലിക്ക സഭയെ നമ്മൾ പറഞ്ഞ പ്രൊട്ടസ്റ്റന്റുകളിൽ നിന്ന് എന്താണ് സംരക്ഷിച്ച് നിർത്താൻ വേണ്ടി, പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ആണ് ഇദ്ദേഹം എന്ത് സ്ഥാപിച്ചത്, ഈശോ സഭ സ്ഥാപിച്ചത്. അപ്പോൾ ഓർമ്മിക്കുക, ഈ ഇഗ്നേഷ്യസ് ലയോള അതേ ചിന്താഗതിയുള്ള കുറച്ച് ആൾക്കാർ വേറെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെയൊക്കെ സംഘടിപ്പിച്ചതുകൊണ്ടാണ് ഇഗ്നേഷ്യസ് ലയോള എന്ത് സ്ഥാപിച്ചത്, ഈശോ സഭ സ്ഥാപിച്ചത്. അപ്പോൾ ഇദ്ദേഹം ഒരു പട്ടാളക്കാരാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതചര്യയിലും സ്വാഭാവികമായിട്ടും പട്ടാള ചിട്ടകൾ ഉണ്ടാവും. അപ്പോൾ ഒരു പട്ടാള ചിട്ടയിലുള്ള ഒരു സംഘടന തന്നെയായിരുന്നു എന്ന് പറയുന്നത് ഈശോ സഭ എന്ന് പറയുന്നത്. ഓർമ്മിക്കുക, പട്ടാള ചിട്ടയിലുള്ള ഒരു സംഘടനയായിരുന്നു ഈശോ സഭ. അപ്പോൾ ഈ സഭയിലെ അംഗങ്ങൾ അറിയപ്പെട്ട പേരെന്താണ്? ജെസ്യൂട്ട്സ് എന്ന പേരിലാണ് സഭയിലെ അംഗങ്ങൾ അറിയപ്പെട്ടത്. സഭയിലെ അംഗങ്ങൾ അറിയപ്പെട്ടത് എന്ത് പേരിലാണ്? ജെസ്യൂട്ട്സ്. അപ്പം കുറച്ച് ടെക്നിക്കൽ ടേംസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇൻഡെക്സ് പഠിച്ചിട്ടുണ്ട്, ഇൻക്വിസിഷൻ പഠിച്ചിട്ടുണ്ട്, ഈശോ സഭ പഠിച്ചിട്ടുണ്ട്, ജെസ്യൂട്ട്സ് പഠിച്ചിട്ടുണ്ട്. അപ്പം ജെസ്യൂട്ട്സ് ഓർമ്മിക്കുക, ഈശോ സഭയിലെ അംഗങ്ങളെയാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ജെസ്യൂട്ട്സ് എന്ന പേരിലാണ് ഈശോ സഭയിലെ അംഗങ്ങൾ അറിയപ്പെട്ടത്. അതേപോലെ തന്നെ ഇഗ്നേഷ്യസ് ലയോള രൂപീകരിച്ച മതപ്രചരണത്തിന് വേണ്ടി രൂപീകരിച്ചൊരു സംഘമുണ്ട്. അതാണ് എന്താണ്? ജെസ്യൂട്ട് പാതിരി സംഘം. ഓർമ്മിക്കണേ, ഈ മതപ്രചരണത്തിന് വേണ്ടിയിട്ട് ഇഗ്നേഷ്യസ് ലയോള രൂപീകരിച്ചതാണ് ജെസ്യൂട്ട്സ് പാതിരി സംഘം. അങ്ങനെ ഇവർ ഇന്ത്യ, ഇന്തോനേഷ്യ, ചൈന, ജപ്പാൻ, അമേരിക്ക എന്നിവിടങ്ങളിലേക്കൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? പാതിരിമാരെയൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പോൾ ഓർമ്മിക്കുക, പ്രതിനവീകരണം എന്ന് പറഞ്ഞാൽ ആരെ ഓർമ്മിക്കണം നിങ്ങൾ? ഇഗ്നേഷ്യസ് ലയോള ഓർമ്മിക്കണം. പ്രതിനവീകരണം എന്ന് പറഞ്ഞാൽ ഇഗ്നേഷ്യസ് ലയോള ഓർമ്മിക്കണം. അദ്ദേഹത്തിൻ്റെ അദ്ദേഹം സ്ഥാപിച്ചതാണ് എന്ത്? ഈശോ സംഘം, അല്ലെങ്കിൽ സൊസൈറ്റി ഓഫ് ജീസസിലെ. പിന്നെ നമ്മൾ പഠിച്ചു ഈ ഈശോ സഭയിലെ അംഗങ്ങൾ അറിയപ്പെട്ട പേരെന്താണ്? ജെസ്യൂട്ട്സ് എന്നാണ്. മതപ്രചരണത്തിന് വേണ്ടി അദ്ദേഹം സ്ഥാപിച്ചാണ് ഇഗ്നേഷ്യസ് ലയോള സ്ഥാപിച്ചതാണ് ജെസ്യൂട്ട് പാതിരി സംഘം എന്നറിയപ്പെടുന്നത് അല്ലേ. എന്താണ് വിലക്കപ്പെട്ട പുസ്തകങ്ങളുടെ പട്ടിക? ഈ ക്രൈസ്തവ സഭയ്ക്കെതിരെ എഴുതിയ, അല്ലെങ്കിൽ ക്രൈസ്തവ സഭയ്ക്കെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ പുസ്തകങ്ങളെയാണ് ആര് വിലക്കിയത്? ക്രൈസ്തവ സഭ വിലക്കിയത്. ക്രൈസ്തവ സഭയിൽ പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ക്രൈസ്തവ സഭയെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരം പുസ്തകങ്ങളെ എന്ത് ചെയ്യുന്നത്? ഒരു ലിസ്റ്റ് ഉണ്ടാക്കി അതിനെ എന്ത് ചെയ്തു? വിലക്കി. അതിന് ഇൻഡെക്സ് എന്നാണ് അറിയപ്പെട്ടത്. മതകുറ്റവാളികളെ വിചാരണ ചെയ്ത് ശിക്ഷിക്കുന്നതിന് വേണ്ടി ഇവർ സ്ഥാപിച്ച കോടതിയാണ് എന്ത് പേരിൽ അറിയപ്പെട്ടത്? ഇൻക്വിസിഷൻ എന്ന പേരിൽ അറിയപ്പെട്ടത്. അപ്പം ഈ മതനവീകരണത്തിൻ്റെ ഭാഗമായിട്ട് ശരിക്കും നിരവധി യുദ്ധങ്ങൾ തന്നെ നടന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് 30 സംവത്സര യുദ്ധം. ഓർമ്മിക്കണേ, 30 സംവത്സര യുദ്ധം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നമ്മളെ മതനവീകരണവുമായി ബന്ധപ്പെട്ടുണ്ടായ യുദ്ധങ്ങളാണ് 30 സംവത്സര യുദ്ധം. 30 സംവത്സര യുദ്ധം എന്തുമായി ബന്ധപ്പെട്ടതാണ്? 30 സംവത്സര യുദ്ധം മതനവീകരണവുമായി ബന്ധപ്പെട്ടതാണ്. 1618 മുതൽ 1648 വരെ എന്ത് നടന്നിട്ടുണ്ട്? യുദ്ധം നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് 30 സംവത്സര യുദ്ധം എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു മതനവീകരണം എന്താണ്? നിരന്തര യുദ്ധങ്ങൾക്കിടയാക്കിയത് 30 വർഷത്തോളം നീണ്ടു നിന്നിട്ടുണ്ട്. അപ്പൊ ആരൊക്കെ തമ്മിലായിരുന്നു യുദ്ധം എന്ന് പറയുന്നത്? ഈ യുദ്ധം എന്ന് പറയുന്നത് കത്തോലിക്കൻ രാജാവായ ഹാബ്സ്ബർഗ് രാജകുമാരൻ, ഇയാളാരാ? കത്തോലിക്ക രാജാവാണ്. കത്തോലിക്ക രാജാവായ ഹാബ്സ്ബർഗ് രാജകുമാരനും അതേപോലെ തന്നെ ജർമ്മനിയിലെ പ്രൊട്ടസ്റ്റന്റ് രാജകുമാരനും തമ്മിലായിരുന്നു ഈ യുദ്ധം. 30 വർഷത്തോളം നീണ്ടുനിന്ന യുദ്ധം എന്ന് പറയുന്നത്. ഹാബ്സ്ബർഗ് രാജകുമാരനും അതേപോലെ തന്നെ ജർമ്മനിയിലെ പ്രൊട്ടസ്റ്റന്റ് രാജകുമാരനും തമ്മിലായിരുന്നു യുദ്ധം. അപ്പോൾ ഇതിന് കാരണം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും മതപരമായ കാരണങ്ങൾ, പിന്നെ ആഭ്യന്തര തർക്കങ്ങൾ, പിന്നെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ, ഇതൊക്കെ എന്തിലുണ്ട്? ഈ ഒരു യുദ്ധത്തിലുണ്ട്. അപ്പോൾ മെയിനായിട്ട് പറയുന്ന മതപരമായ പ്രശ്നങ്ങൾ തന്നെയാണ് ഈ ഒരു 30 വർഷം നീണ്ടുനിന്ന യുദ്ധങ്ങൾ എന്ന് പറയുന്നത്. അപ്പം നിരവധി പേര് യുദ്ധത്തിലും മരിച്ചു. പിന്നെ യുദ്ധാനന്തര ഫലമായിട്ടുണ്ടായ ക്ഷാമത്തിലൂടെ എന്ത് ചെയ്തിട്ടുണ്ട്? നിരവധി പേര് മരിച്ചിട്ടുണ്ട്. അത്രയും ഭീകരമായ യുദ്ധമായിരുന്നു 30 സംവത്സര യുദ്ധം എന്ന് പറയുന്നത്. ഈ യുദ്ധം അവസാനിപ്പിച്ചത് 1648 ഒപ്പുവെച്ച വെസ്റ്റ്ഫാലിയ സന്ധി പ്രകാരമാണ്. അപ്പം 30 സംവത്സര യുദ്ധം അവസാനിച്ചത് ഏതിലാണ്? ഏത് സന്ധിയോടുകൂടിയാണ്? 1648 ഒപ്പുവെച്ച വെസ്റ്റ്ഫാലിയ സന്ധിയോടുകൂടിയാണ് 30 സംവത്സര യുദ്ധം അവസാനിച്ചത്. അപ്പം ഈ ഒരു സന്ധിയോടുകൂടിയാണ് രാഷ്ട്ര നേതാക്കൾ പരസ്പരം അംഗീകരിച്ച്, അതിർത്തികളൊക്കെ അംഗീകരിച്ച് എന്ത് ചെയ്യുന്നത്? ഓരോ രാഷ്ട്രമായിട്ട് കണ്ട് എന്ത് ചെയ്യുന്നത്? ഭരണമൊക്കെ തുടങ്ങിയത്. അപ്പം ദേശരാഷ്ട്രം എന്ന ആശയമൊക്കെ വരുന്നത് പിന്നെ ഏതോടുകൂടിയാണ്? ഈ ഒരു സന്ധിക്ക് ശേഷമാണ് ദേശരാഷ്ട്രങ്ങളൊക്കെ ഉയർന്നു വരാൻ തുടങ്ങിയത് ഈ ഒരു സന്ധിയോടുകൂടിയാണ്. അപ്പോൾ ഇത്രയുമാണ്
പ്രതിനവീകരണവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഓർത്തു വെക്കാനുള്ളത്. അപ്പോൾ ഓർമ്മിക്കുക, 30 സംവത്സരം നമ്മൾ പറഞ്ഞു മതനവീകരണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിരവധി യുദ്ധങ്ങൾക്ക് സാക്ഷിയായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 30 സംവത്സര യുദ്ധമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, കത്തോലിക്ക രാജാവായിരുന്ന ഹാബ്സ്ബർഗ് രാജകുമാരനും അതേപോലെ തന്നെ ജർമ്മനിയിലെ പ്രൊട്ടസ്റ്റന്റ് രാജകുമാരനും തമ്മിലായിരുന്നു ഈ യുദ്ധം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് യുദ്ധം മൂലം എന്താണ് മതപരമായ കാരണങ്ങളുണ്ട്, രാഷ്ട്രീയ കാരണങ്ങളുണ്ട്, അതിർത്തി തർക്കം, ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. അങ്ങനെ എന്ത് ചെയ്യുന്നു, ഈ യുദ്ധം മൂലം നിരവധി പേര് മരണമടഞ്ഞു. യുദ്ധത്തിൽ നിരവധി പേര് മരണമടഞ്ഞു. പിന്നെ യുദ്ധാനന്തര ഫലമായി ഉണ്ടായ ക്ഷാമത്തിൻ്റെ ഫലമായിട്ട് നിരവധി പേര് മരണമടഞ്ഞിട്ടുണ്ട്. പിന്നീട് 1648 വെസ്റ്റ്ഫാലിയ സന്ധി പ്രകാരമാണ് ഇതെന്ത് ചെയ്യുന്നത്, ഈ യുദ്ധം അവസാനിക്കുന്നത് വെസ്റ്റ്ഫാലിയ സന്ധി പ്രകാരം. അങ്ങനെ പിന്നീട് നമ്മൾ പറഞ്ഞു ദേശരാഷ്ട്രങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, അംഗീകരിച്ചു തുടങ്ങി, അല്ലെങ്കിൽ ദേശരാഷ്ട്രങ്ങളൊക്കെ ഉയർന്നു വരാൻ തുടങ്ങിയത് ഈ വെസ്റ്റ്ഫാലിയ സന്ധിക്ക് ശേഷമാണ്. അപ്പോൾ ഇത്രയും കാര്യം ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മിക്കേണ്ട എന്തൊക്കെയാണ്? അതിലൊന്ന് നിങ്ങൾ ഓർമ്മിക്കണം എന്താണ്, വിലക്കപ്പെട്ട പുസ്തകങ്ങളുടെ പട്ടിക, അത് ഇൻഡെക്സ് എന്നറിയപ്പെടുന്നു. ഇൻക്വിസിഷൻ എന്ന് പറഞ്ഞാൽ മത കുറ്റവാളികൾ വിചാരണയെ ശിക്ഷിക്കാനുള്ള കോടതിയാണ്. ഇപ്പോൾ ഇതിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാ? പ്രതി നവീകരണവുമായി ബന്ധപ്പെട്ട വ്യക്തി ഇഗ്നേഷ്യസ് ലയോളയാണ്. അദ്ദേഹം സ്ഥാപിച്ചതാണ് സൊസൈറ്റി ഓഫ് ജീസസ് അല്ലെങ്കിൽ ഈശോ സഭ. അപ്പോൾ അതിലെ അംഗങ്ങളെ ജെസ്യൂട്ട്സ് എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ഇത് മതപ്രചരണത്തിന് വേണ്ടി ഇഗ്നേഷ്യസ് ലയോള സ്ഥാപിച്ചതാണ് ജെസ്യൂട്ട് പാതിരി സംഘലെ. പിന്നെ നമ്മൾ പഠിച്ചു ഈ മതനവീകരണത്തിൻ്റെ ഭാഗമായിട്ട് നിരവധി യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധമാണ് 30 സംവത്സര യുദ്ധം. 1618 മുതൽ 48 വരെയാണ് യുദ്ധം നടന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു 48 വെസ്റ്റ്ഫാലിയ സന്ധി പ്രകാരമാണ് യുദ്ധം അവസാനിച്ചത്. ആരൊക്കെ തമ്മിലായിരുന്നു? കത്തോലിക്ക രാജാവായ ഹാബ്സ്ബർഗ് രാജകുമാരനും അതേപോലെ തന്നെ ജർമ്മൻ രാജാവായ പ്രൊട്ടസ്റ്റന്റ് രാജകുമാരനും തമ്മിലായിരുന്നു ഈ യുദ്ധം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു മതനവീകരണത്തിൻ്റെ കൂടെ പ്രതി നവീകരണം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക.